ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നമ്മുടെ സാധാരണ മെഷീൻ കൊണ്ട് ഈ ബനിയൻ ക്ലോത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ശരിക്കും ഒരു ട്രിക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഈ മെഷീൻ കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള തുണികൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന്. നമ്മുടെ നോർമൽ നീഡിൽ ഉപയോഗിച്ച് 16-ാം നമ്പർ നീഡിൽ ഉപയോഗിച്ചിട്ട് തന്നെ നോർമൽ മെഷീനിൽ ഇതുപോലെയുള്ള ക്ലോത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾക്കറിയാം, ഇതുപോലെയുള്ള ഒരു ക്ലോത്ത് കണ്ടോ, ഇങ്ങനെ ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ സ്റ്റിച്ച് വീഴില്ല, അല്ലെങ്കിൽ സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് വീഴില്ല. ഉണ്ടോ, അതെ, ഇതുപോലെ നൂല് വീഴുക തന്നെ, നമുക്ക് സ്റ്റിച്ച് വീഴുക തന്നെ ചെയ്യില്ല ഇതുപോലെയുള്ള ക്ലോത്തുകളിലൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ. അതേസമയം നമ്മുടെ ഇതുപോലെയുള്ള ന്യൂസ് പേപ്പർ, ഇത് നമ്മുടെ ന്യൂസ് പേപ്പറാണ്, 2 ലെയറായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് വീതി അനുസരിച്ച് ഇതുപോലെ മുറിച്ചെടുക്കുക. 2 ലെയറായിട്ട് വേണം ഇടാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ക്ലോത്തിൻ്റെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തയ്ക്കുമ്പോഴേ, മടക്കി തയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് കാണാൻ കൂടിയുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി വലിയ ഷീറ്റ് വെച്ചാൽ നമുക്ക് ഈ ക്ലോത്ത് ശരിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുത്താൽ നമുക്ക് വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ മീതെ വെക്കുക തുണിയുടെ, എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇതുപോലെ സ്റ്റിച്ചിങ് സ്പേസ് അല്പം അടുത്ത് വരുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേ കണ്ടോ, സ്റ്റിച്ചിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മറുസൈഡ് കണ്ടോ, സ്റ്റിച്ചിങ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിന് ശേഷം ഈ പേപ്പർ അങ്ങ് കീറിയെടുക്കാൻ പറ്റും. ഇതുപോലെ 2 സൈഡിൽ നിന്ന് നമുക്ക് ഈ പേപ്പർ അങ്ങ് ഇളക്കി മാറ്റാം. കണ്ടോ, ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്റ്റിച്ച് നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും, ഇതേപോലെ ക്ലോത്ത് തന്നെയല്ല, അല്ലാതെ നമ്മളിടുന്ന ടീഷർട്ടിൻ്റെയൊക്കെ ക്ലോത്തിലും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഇലക്ട്രിക് മെഷീനിലും, ഏത് മെഷീനിലും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഇലക്ട്രിക് മെഷീനിലൊക്കെ മറ്റേ ട്വിൻ നീഡിലൊക്കെ യൂസ് ചെയ്യാം. ഇതിനകത്ത് അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിത് സാധാരണ മെഷീനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ക്ലോത്തുകൾ തയ്ച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.